നമസ്കാരം, വെൽക്കം ടു നിഷിദാസ് കുസീൻ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ തട്ടുകട പലഹാരമാണ്, പപ്പടവട. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1 കപ്പ് പച്ചരി വെള്ളം ഒഴിച്ച് 3 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി വെള്ളം ഊറ്റി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാ ദോശക്കൊക്കെ ഉപയോഗിക്കുന്ന പച്ചരിയാണ്. വൈറ്റ് റൈസ്, ദോശ റൈസ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്ന അരി. ഇതിനി അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയിൽ ഒരു ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് ഈ അരിന്റെ ലെവലിന്റെ ഒരു 1/4 ഭാഗം ലെവലിന് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. ഇപ്പോ അരി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത്ര കട്ടിക്കാണ് ഇപ്പൊ അരച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വളരെ കുറച്ച് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 2 നുള്ളു കായപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ എള്ളും ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് ചേർത്താൽ മതി. പപ്പട വടക്കില് മാവ് റെഡിയാണ്. ഇനി പപ്പടം ഈ മാവിൽ മുക്കി എണ്ണയിൽ പൊരിച്ചെടുക്കണം. ഞാനിവിടെ കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട്. ഇത് ചെന്നൈ അപ്പളം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന പപ്പടമാണ്. അതുകൊണ്ട് അധികം സോഫ്റ്റ് ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്നത്. നമ്മുടെ നാട്ടിലത്തെ നാടൻ സോഫ്റ്റ് ആയിട്ടുള്ള പപ്പടാണെങ്കിൽ 1 മണിക്കൂർ വെയിലത്ത് വെച്ചെടുത്ത് പൊരിച്ചെടുക്കാം. അടുപ്പത്ത് ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി പപ്പടം എടുത്ത് ഈ റെഡിയാക്കി വെച്ച മാവില് മുക്കി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. ഇത് ഒരു സൈഡാകുമ്പോൾ തിരിച്ചിടാം. ഇപ്പോൾ 2 സൈഡും തിരിച്ചു മറിച്ചോട്ട് പാകത്തിന് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് പുറത്തേക്ക് എടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചുട്ടെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിൽ പപ്പടവട റെഡിയാണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.